മാങ്ങ ഇഷ്ടംപോലെ കിട്ടുന്ന ഈ ഒരു സമയത്ത് ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 ചെനച്ച മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. നല്ല തിന്നായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ബിരിയാണി, നെയ്ച്ചോറ്, മന്തി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഇവിടെ ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇത് വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളിലേക്ക് ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയും അതുപോലെ ഉപ്പൊക്കെ ഇതുപോലെ മാങ്ങ കഷ്ണങ്ങളിൽ എല്ലാ ഭാഗത്തും എത്തിയതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിലും കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 അച്ച് ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഇതുപോലെ ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചിട്ട് നമുക്ക് വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ശർക്കരപ്പാനി ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു തിളച്ച് വന്നുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാനിയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മാങ്ങയുടെ കഷ്ണങ്ങളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു പാനിയിൽ ഇട്ടിട്ട് തന്നെ ഒന്നങ്ങ് വേവിച്ചെടുക്കുക. പിന്നെ നല്ല തിന്നായിട്ട് തന്നെ വേണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞൊന്നും പോവില്ല ഈ ശർക്കര പാനിയിലിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല തിന്നായിട്ട് നീളത്തിലങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതുപോലെ ശർക്കര പാനിയൊക്കെ ഒന്നങ്ങ് കുറുകി വരണം കേട്ടോ. ഇതുപോലെ അങ്ങ് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫാക്കാം. ഇനി വേറൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ മാങ്ങയ്ക്കുള്ളതോ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. നല്ലെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്നങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അല്പം ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരണം കേട്ടോ. ഇതുപോലെ ഉലുവ അങ്ങ് കളറ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇതുപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് കരിഞ്ഞൊന്നും പോവാതെ അതിലുള്ള ആ ഒരു വെളുത്തുള്ളിയിലും ഇഞ്ചിയിലൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ ഗോൾഡൻ കളറായിട്ട് ഒന്നങ്ങ് മൂത്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഒന്നങ്ങ് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി. കരിഞ്ഞു പോയാൽ കയ്പ്പരസം വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്നങ്ങ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു മാങ്ങയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ലാസ്റ്റ് 1/4 ടീസ്പൂൺ കായപ്പൊടിയും അതുപോലെ തന്നെ പുളിക്കായിട്ട് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചനച്ച മാങ്ങ ആയതുകൊണ്ട് ഒരുപാട് പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല മധുരമുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. മധുരവും എരിവും പുളിയും എല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു മാങ്ങ അച്ചാറിൽ. ഇപ്പോൾ ബിരിയാണി, നെയ്ച്ചോറ്, മന്തിയുടെ കൂടെ സൈഡായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്